ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് നമ്മുടെ വീട്ടിൽ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ചെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും അഭ്യസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു വളരെ നമുക്കെല്ലാവർക്കും ഏറ്റവും നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ പുണ്യദിനം എന്ന് പറഞ്ഞ ഗുരു പൂർണിമയാണ്. ഗുരുപൂർണിമ വരുന്നത് ഈ വർഷത്തെ ഗുരുപൂർണിമ വരുന്നത് ജൂലൈ 29 ഗുരുപൂർണിമ. അതൊരു നല്ലൊരു വളരെ മംഗളകരമായിട്ടൊരു ഒരു ഒരു സുദിനമാണ് ഈ ഗുരുപൂർണിമ എന്നുള്ളത്. ഈ ഗുരുപൂർണിമ എന്നുള്ളത് വ്യാസ ഭഗവാന്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. വ്യാസപൂർണിമ എന്നും അതിന് മറ്റൊരു പേരുണ്ട്. ഗുരുപൂർണിമയ്ക്ക് മറ്റൊരു പേരാണ് വ്യാസപൂർണിമ. പൗർണമി ദിവസമാണ് വ്യാസഭഗവാന്റെ ജന്മം എന്നാണ് നമ്മുടെ സങ്കല്പം. വ്യാസഭഗവാനാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ് നമ്മുടെ ഒരു ആപ്തവാക്യം. നമ്മുടെ ഈ ജഗത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം വ്യാസൻ പറഞ്ഞിട്ടുള്ള സംഗതികളാണ് ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സാധാരണ പറയും എന്താണോ മഹാഭാരതത്തിലുള്ളത് അത് നമുക്ക് പുറത്ത് കാണാം, എന്താണോ മഹാഭാരതത്തിൽ കാണാത്തത് അത് നമുക്ക് എവിടെയും കാണാനായിട്ട് സാധ്യമല്ല എന്നുള്ളത്. അങ്ങനെ ഇത്രയും സമ്പൂർണമായിരിക്കുന്ന ഒന്ന് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് വ്യാസ ഭഗവാനാണ്. പിന്നെ ഈ ഗുരുപൂർണിമ നമ്മുടെ ഈ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദ് ആചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം. എവിടെ നിന്നാണ് നമ്മുടെ ഗുരു പരമ്പര തുടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സദാശിവ സമാരംഭാം, സദാശിവനിൽ നിന്നാണ് ഇത് ഉദ്ഭവിച്ചിരിക്കുന്നത്. സാക്ഷാൽ ഈശ്വരനിൽ നിന്ന്. ഈശ്വരനാണ് എല്ലാവരുടെയും ഗുരു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരംബ്രഹ്മ അല്ലെങ്കിൽ ഗുരുരേവ പരംബ്രഹ്മ, അങ്ങനെ ഒരു പാഠമുണ്ട്. ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവാണ് നമ്മുടെ എല്ലാം. വാസ്തവത്തിൽ ഗുരു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? വാസ്തവത്തിൽ അവിടെയും പറയാണ് ഗുകാരഹ അന്തകാരോ വൈ. നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് പല വിധത്തിലുള്ള അറിവില്ലായ്മയിൽ കൂടിയാണ്. അറിവില്ലായ്മ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയോ അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യം അറിയും എന്നും അറിവില്ലാത്ത കാര്യം അറിവില്ല എന്നുമുള്ള അറിവുണ്ട്. അപ്പൊ ഈ അറിവില്ലാത്തതിനെ അറിയാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. അങ്ങനെ എവിടെ നിന്നെല്ലാം നമുക്ക് അറിവ് കിട്ടുന്നു അതെല്ലാം തന്നെ ഒരു ഗുരു തത്വമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഗുകാരഹ അന്ധകാരോ വൈ ഋകാരഹ തന്നിവർത്തക. ആ അന്ധകാരത്തെ നിവർത്തിക്കുന്നത് ഇല്ലാതാക്കുന്നതാണ് ഗുരു എന്നുള്ള ഒരു തത്വം. അപ്പൊ എന്താണ് വാസ്തവത്തിലുള്ള അറിവില്ലായ്മ എന്നുള്ളത്? നമ്മൾ വിചാരിക്കും നമുക്ക് പലതും അറിയാം, ഞാൻ വലിയ കേമനൊക്കെയാണെന്ന് വിചാരിക്കും. കുറേ ഡിഗ്രിയും അല്ലെങ്കിൽ പല ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ അറിവുള്ള ആളാണ് വിചാരിക്കും. പക്ഷെ വാസ്തവത്തിലുള്ള അറിവില്ലായ്മ എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള അറിവില്ലായ്മ. നമുക്കെല്ലാം അറിയാം, പക്ഷെ എന്നെ മാത്രം എനിക്ക് അറിയില്ല. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും വാസ്തവത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു പ്രശ്നം. അതുകൊണ്ട് ഈ ഗുരുപൂർണിമ ദിനത്തില് നമ്മൾ നമ്മെ അറിയാനായിട്ട് കുറച്ച് പരിശ്രമിക്കുക എന്ന്. ഈ നമ്മെ അറിയാന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതും ഒരു ചിലപ്പോ നമ്മെ അറിയാം, എന്നെ എനിക്കറിയില്ലേ എന്ന് ചോദിക്കും. അറിയാം,
ഞാൻ ഇപ്പോഴത്തെ എന്നെക്കുറിച്ചുള്ള അറിവ്, ഞാൻ ഈ ശരീരമാണ്, ഈ മനസ്സാണ്, ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഈ നാം ധരിച്ചിരിക്കുന്ന പല സംഗതികളാണ് നമ്മളെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഗുരുപരമ്പര പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ചെറിയൊരു സംഗതി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലാപ്പിക്കാൻ പരിശ്രമിക്കാം. നോക്കൂ, അവർ പറയാണ്, എന്തെല്ലാം ഞാൻ അറിയുന്നുണ്ടോ ഞാൻ അറിയുന്നവനാണ്, അറിയുന്നതെല്ലാം എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്നതാണ്. ഇത് നമുക്ക് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, നമ്മൾക്ക് എന്തൊക്കെയുണ്ടോ, ഇപ്പോൾ നമുക്ക് കാറ്, സൈക്കിൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നതാണ്, ഇതെല്ലാം ഒരു വസ്തുവാണ്. മനസ്സിലായി? ഇത് കാറ് ഞാനല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ദേഹത്തിൽ വരുമ്പോൾ നമ്മുടെ ഭാഷ മാറും. ദേഹം എന്നുള്ളത് ഞാനാണ്, മനസ്സ് എന്നുള്ളത് ഞാനാണ്, ബുദ്ധി എന്നുള്ളത് ഞാനാണ് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പറയാണ്, നമ്മൾ അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ശങ്കരാചാര്യരുടെ ഒരു കൃതിയിൽ പറയാണ്, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിതാനന്തരൂപ ശിവോഹം എന്ന് അതിമനോഹരമായിട്ടൊരു 6 പദ്യങ്ങൾ ശങ്കരാചാര്യർ പറഞ്ഞിട്ട് ഇതിൽ പറയുന്നത്, ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊന്നും ഞാനല്ല. ഇനി പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരവും ഞാനല്ല, അതിൽ വെച്ചുള്ള അഹങ്കാരവും ഞാനല്ല. പിന്നെ ആരാണ് ഞാൻ ഒരു ശുദ്ധ ബോധമാണ്. ഈ ശുദ്ധബോധം ഞാൻ ആവേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി എപ്പോഴും അതാണ്. മനസ്സിലായില്ലേ? ആ അറിവ് ഇല്ലാതെ നമ്മൾ മറ്റൊന്നാണ് ഞാനെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതാണ് ബേസിക്, ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ളത് നമ്മെക്കുറിച്ച് അറിയുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം വന്നിരിക്കുന്നത്, ഗുരുക്കന്മാർ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഈ ശാസ്ത്രങ്ങളെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്ന ഗുരുക്കന്മാരുടെ ഒരു സുദിനമായിട്ടാണ് ഗുരുപൂർണിമ നമ്മൾ ആഘോഷിക്കുന്നത്. അവിടെ ഗുരു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ വ്യാസാചാര്യരെ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ എടുത്ത് ഗുരുപാദങ്ങളെ പൂജിച്ച് നമ്മൾ ആ ഗുരുവിലുള്ള നമ്മളുടെ ശ്രദ്ധയും ഭക്തിയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സുദിനമാണ് ഗുരുപൂർണിമ. ഭാരതത്തിലെ വടക്ക് മുതൽ തെക്ക് വരെയും പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയും എല്ലാവരെയും ഒരേപോലെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു സുദിനമാണ് ഗുരുപൂർണിമ. ഇത് കുറച്ച് മുൻകൂട്ടി തന്നെ നമ്മൾ മനസ്സിലാക്കി, ജൂലൈ 29 എന്നുള്ളത് ഗുരുപൂർണിമയാണെന്നും അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണെന്നും മനസ്സിലാക്കി ആ ദിവസമെങ്കിലും കുറച്ച് സമയം, സാധാരണ ഗുരു എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരു ഒന്നുമില്ലല്ലോ സ്വാമി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപനിഷത്തിൽ പറയും, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. തൈത്തിരീയ ഉപനിഷത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ വല്യയിൽ അവസാനമായിട്ട് പറയാണ്, ഗുരു ഉപദേശിക്കുകയാണ്, ശിഷ്യൻ ഗുരുകുലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നീ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുക്കുകയാണ്. നിന്റെ അമ്മയും അച്ഛനുമാണ് നിന്റെ ഗുരു എന്നുള്ളത്. ആ ഗുരു, ദേവൻ എന്ന് പറഞ്ഞ ഗുരു, ദേവൻ എന്നുള്ള വാക്കിനർത്ഥം പ്രകാശം എന്നുള്ളത്. പ്രകാശം എന്ന് പറഞ്ഞ അറിവ്. എന്തെല്ലാം അറിവ് നമുക്ക് തരുന്നോ അവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ അമ്മ, അച്ഛൻ ഇവരെയൊക്കെ ഒന്ന് മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുക. നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുള്ള പല ഗുരുക്കന്മാരുണ്ടായിരുന്നു, അവരെ ഒന്ന് ഓർക്കുക. അങ്ങനെ ഓർത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നന്ദിയുള്ളവനായിരിക്കും. മനസ്സിലായില്ലേ? നന്ദിയുള്ളവൻ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്തൊക്കെ പോയാലും നമ്മുടെ നന്ദി പോവുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു നല്ലൊരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഈ ഗുരുപൂർണിമ നമ്മൾ നല്ല വ്യക്തമായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആചരിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വരും തലമുറയ്ക്കും നമ്മളൊരു മാർഗദർശിയായിട്ട് മാറാനായിട്ട്
സാധിക്കും. അതിന് എല്ലാവർക്കും ഈ ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.